10th പ്രിലിമിനറി സ്റ്റേജ് 3-ലെ ക്വസ്റ്റ്യൻസിന്റെ വർക്ക്ഔട്ട് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 0.061 ഇൻറ്റു 1.3 എത്രയാണ്? അതിനു മുമ്പ് ആദ്യം നമുക്ക് 61 ഇൻറ്റു 13 എത്രയാണെന്ന് കാണാം. എന്റെ ആൻസർ 793 ആണ്. ഇവിടെ ആദ്യത്തേല് പോയിന്റിന് ശേഷം 3 സ്ഥാനവും പോയിന്റിന് ശേഷം 1 സ്ഥാനമാണ് ഉള്ളത്. അപ്പൊ നമ്മുടെ ആൻസറിൽ എപ്പോഴും പോയിന്റിന് ശേഷം 4 സ്ഥാനം ഉണ്ടായിരിക്കണം. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് 0.0793, ഓപ്ഷൻ ബി ആയിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വർഗവും വർഗമൂലവും തുല്യമായി വരുന്ന എണ്ണൽ സംഖ്യ ഏതാണ്? അതായത് സ്ക്വയറും സ്ക്വയർ റൂട്ടും തുല്യമായി വരുന്ന എണ്ണൽ സംഖ്യ. ഇതിൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് പറയാം, ഒന്നായിരിക്കും. ഒന്നിന്റെ സ്ക്വയർ ഒന്ന് തന്നെയാണ്, ഒന്നിന്റെ റൂട്ടും ഒന്നാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ആദ്യത്തെ 5 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം. അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാല് വോൾ നമ്പേഴ്സ് ആണ്. അതായത് 0, 1, 2, 3, 4. ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ, ഇതിൽ 0 ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഗുണിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണനഫലം എപ്പോഴും 0 ആയിരിക്കും. ഇപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു കാർ 2 മണിക്കൂർ കൊണ്ട് 120 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അതിന്റെ വേഗത എത്ര? വേഗത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സഞ്ചരിച്ച ദൂരം ബൈ സമയമാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? സഞ്ചരിച്ച ദൂരം 120 ആണ്, ബൈ സമയം 2 മണിക്കൂറാണ്. അപ്പൊ ഇതിന് 60 കിലോമീറ്റർ പെർ അവർ. ഓപ്ഷൻ സി ആണ് അതിന്റെ ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 500 രൂപയ്ക്ക് വാങ്ങിയ സാധനം 550 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്ര? നമുക്കറിയാം, 500 രൂപയ്ക്ക് വാങ്ങിയ സാധനം 550 രൂപയ്ക്ക് വിറ്റാൽ അവിടെ കിട്ടുന്ന ലാഭം 50 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ലാഭശതമാനം കാണാൻ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണ്. ലാഭം 50 ആണ്, വാങ്ങിയത് 500 രൂപയ്ക്കാണ്, ഇൻറ്റു 100. ഇത് വെച്ച് ക്യാൻസൽ ചെയ്ത് കളയാം. നമുക്ക് കിട്ടുക 10% ആൻസർ. ഓപ്ഷൻ ഡി. ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 2/7 1/4 തുക എത്രയാണ്? അപ്പൊ 2/7 പ്ലസ് 1/4 ഇതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഗുണിക്കുക, ഇങ്ങനെ ഗുണിക്കുക, ഇങ്ങനെ ഗുണിക്കുക. 2 × 4 8 പ്ലസ് 1 × 7 7 ബൈ 7 × 4 28. 8 + 7 15/28. ഓപ്ഷൻ എ ആണ് ആൻസർ. 10th പ്രിലിംസിലെ മൂന്നാമത്തെ സ്റ്റേജിലെ ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 7ാമത്തെ ചോദ്യമാണ്. ചോദ്യം ഒന്ന് വായിക്കാം. 4 വ്യക്തികളുടെ ശരാശരി പ്രായം 40 ആണ്. പുതിയ ഒരാൾ കൂടി വന്നപ്പോൾ ശരാശരി പ്രായം 45ആയി. പുതുതായി വന്ന ആളുടെ പ്രായം എത്ര? അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാം. 4 വ്യക്തികളുടെ ശരാശരി പ്രായം 40, ഒരാൾ കൂടി വന്നപ്പോ എത്രയായി? 5. അപ്പൊ ശരാശരി പ്രായം എത്രയായി? 45. അപ്പൊ ഇവിടെ 1 കൂടി, ഇവിടെ 5. ഇങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം. 1 × 45 45 പ്ലസ് 5 × 4 20. നമ്മുടെ ആൻസർ 65. ഇതല്ലാതെ തന്നെ വേണമെങ്കിൽ നമുക്ക് തുക ഈസ് ഈക്വൽ ടു എണ്ണം ഇൻറ്റു ശരാശരി എന്ന് എഴുതിയിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് തുകകൾ തമ്മിൽ മൈനസ് ചെയ്താലും ഉത്തരം കിട്ടും. 8ാമത്തെ ചോദ്യമാണ്. 60നും 70നും ഇടയിലുള്ള അഭാജ്യ സംഖ്യ, പ്രൈം നമ്പേഴ്സ്. നമുക്കറിയാം 60നും 70നും ഇടയിൽ 61ഉം 67ഉം ഈ 2 പ്രൈം നമ്പേഴ്സേ ഉള്ളൂ. ഇത് കൂട്ടിക്കഴിഞ്ഞാൽ 128 ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം. എണ്ണൽ സംഖ്യകളിൽ ആദ്യത്തെ 10 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n × n+1 ആണ്. അതായത് അവർ പറയുന്ന സംഖ്യയും തൊട്ടടുത്ത സംഖ്യ കൂടെ ഗുണിക്കണം. ഇവർ പറയുന്നത് 10 സംഖ്യയുടെയാണ്, അതിന്റെ തൊട്ടടുത്ത സംഖ്യ 11 ആണ്. 10 × 11 110. അടുത്ത ചോദ്യം. 24, 60 എന്നീ സംഖ്യകളുടെ ലസാഗു. ഈസിയാണ്. 24, 60 നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഏറ്റവും വലിയ നമ്പറിനെ റൗണ്ട് ചെയ്ത് ചെയ്താൽ 120ൽ ഈ 24 അടങ്ങും. LCM 120 ആണ്. ഇതല്ലെങ്കിൽ 24, 60 രണ്ടിലും കോമൺ ആയിട്ട് 12 ഉണ്ട്. നമുക്ക് 2, 5 12 2 × 5 10 10 × 12 നമുക്ക് എന്തായാലും 120 കിട്ടും. അടുത്തത് ബോട്ട് മാസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കത് ചെയ്യാൻ അറിയാം. ബോട്ട് മാസ് ഇപ്പം ബ്രാക്കറ്റും ഓഫും ഇല്ല. നമുക്ക് ഡിവിഷൻ ആദ്യം ചെയ്യാം. 120 ഡിവൈഡ് ബൈ 4 30 ആണ്. നമുക്കിനി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 15 × 6 90 ആണ്. അപ്പൊ നമ്മുടെ സ്റ്റെപ്പ് 90 + 30 - 50.
90 30 കൂട്ടിയാൽ 120, 120 നിന്ന് 50 പോയാൽ 70 നമ്മുടെ ആൻസർ. 2:10 എത്ര കൂട്ടിയാൽ 2:11 കിട്ടും? ഇത് എളുപ്പമാണ്. എക്സ്പോണൻസ് എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. 2:10 ഞാൻ എക്സ് കൂട്ടിയാൽ 2:11 കിട്ടും. ഞാൻ ഈ എക്സ് ഇവിടെ നിർത്തി 2:10 ഇപ്പുറത്ത് കൊണ്ടുപോയി. അപ്പൊ എന്തായി? 2:11 മൈനസ് 2:10. ഈ 2:11 ഈ 2:10 കോമൺ ആയിട്ട് 2:10 ഉണ്ട്. അപ്പൊ 2:11 2:10 പോയാൽ അവിടെ ഒരു 2 മാത്രം, മൈനസ് 2:10 2:10 പോയാൽ അവിടെ ഒരു 1. അപ്പൊ നമ്മുടെ ആൻസർ 2:10 × 1 എന്ന് വെച്ചാൽ 2:10 ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. 10th ലെവൽ പ്രിലിംസിന്റെ 3ാമത്തെ സ്റ്റേജിലെ 13ാമത്തെ ചോദ്യമാണ്. ഏജുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. നമുക്കിത് വേണമെങ്കിൽ എക്സ് യൂസ് ചെയ്തോ ഓപ്ഷൻ മെത്തേഡിലോ ചെയ്യാം. അതല്ലാതെ അച്ഛനും ഉണ്ട് അവിടെ, മകനും ഉണ്ട്. അവരുടെ ഇപ്പോഴത്തെ റേഷ്യോ 5:1 4 വർഷങ്ങൾക്ക് ശേഷം അവരുടെ റേഷ്യോ 4:1 ആരുടെ വയസ്സാണ് കണ്ടുപിടിക്കേണ്ടത്? അച്ഛന്റെ. നമുക്ക് റൗണ്ട്, ഹൈഡ്, ഗ്യാപ്പ് ബൈ ക്രോസ്. അപ്പൊ നമുക്ക് 60 എന്താ എളുപ്പത്തിൽ കിട്ടും. ഇതൊരു ട്രിക്കാണ്, ഏജിന്റെ റേഷ്യോ മെത്തേഡാണ്. എപ്പോഴെങ്കിലും നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിൽ ഏജിന്റെ ടോപ്പിക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിടാം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റയാൻ ഏത്? ഓഡ് വൺ. നമുക്ക് എളുപ്പത്തിൽ പറയാം. ആൻസർ ഇതാ 42. കാര്യം എന്താ? 25 സ്ക്വയർ ആണ്, 5ന്റെ സ്ക്വയർ ആണ്, 9 3ന്റെ സ്ക്വയർ ആണ്, 16 4ന്റെ സ്ക്വയർ, 49 7ന്റെ സ്ക്വയർ, 64 8ന്റെ സ്ക്വയർ. അപ്പൊ നമ്മുടെ ആൻസർ 42. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വാച്ച് 20% നഷ്ടത്തിൽ 400 രൂപയ്ക്ക് വിറ്റു എങ്കിൽ വാങ്ങിയ വില. അപ്പം അതിന്റെ ഒറിജിനൽ വിലയാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് മനക്കണക്കിലും ചെയ്യാം, അല്ലാതാണെങ്കിൽ ഒറിജിനൽ വില, അതായത് വാങ്ങിയ വില 100%, അത് തന്നിട്ടില്ല. എങ്ങനെയാ വിട്ടത്? 20% നഷ്ടം. അപ്പൊ 80% ഇസ് ഈക്വൽ ടു 400 എന്ന് തന്നിട്ടുണ്ട്. 80 × 5 ആണ് 400, 100 × 5 500 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്തത് സമാന്തര ശ്രേണിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. 8 11 14 17 20 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക. നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാം. n/2 × 2a പ്ലസ് n - 1 × d. എന്ന് തന്നിട്ടുണ്ട് 20/2 × 2a. അപ്പം 16 പ്ലസ് n എത്രയാ? 20. 20 1 പോയാൽ 19. d എത്രയാ? 3. കോമൺ ഡിഫറൻസ് 3. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 8 ഉം 11 തമ്മിലുള്ള വ്യത്യാസം. a എന്ന് പറഞ്ഞാൽ ആദ്യ പദം. അപ്പൊ നമുക്ക് 2a എന്ന് പറഞ്ഞാൽ 2 × 8 16. നമുക്ക് ചെയ്യാം. 10 × 16 57 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 73. 10 × 73 730. നമ്മൾ അടുത്ത ചോദ്യം, ഒരു സംഖ്യയോട് 3 കൂട്ടിയതിന്റെ വർഗം 64 ആയാൽ സംഖ്യ ഏത്? നമുക്ക് പ്രോപ്പർ രീതി ചെയ്യാം, അതല്ലെങ്കിൽ ഓപ്ഷനിൽ നിന്ന് എടുത്ത് ചെയ്യാം. ഞാൻ ഇവിടെ 5 ആണ് ആൻസർ. എങ്ങനെ ഓപ്ഷനിൽ നിന്ന് എടുത്ത് ചെയ്യുന്നത് നോക്കാം. ആ സംഖ്യ 5ന്റെ കൂടെ നിങ്ങൾ 3 കൂട്ടുക. 5ന്റെ കൂടെ 3 കൂട്ടി എത്ര? 8. അതിന്റെ സ്ക്വയർ, വർഗം എന്ന് പറഞ്ഞ സ്ക്വയർ. 8ന്റെ സ്ക്വയർ എത്ര? 64. അപ്പൊ നമ്മുടെ ആൻസർ 5 ആണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ശരാശരിയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി ഭാരം 35 കിലോയാണ്. ടീച്ചറുടെയും ഭാരം ഉൾപ്പെടുത്തിയപ്പോൾ ശരാശരി ഭാരം 36, ടീച്ചറുടെ ഭാരം. അപ്പൊ നോക്കി, 30 കുട്ടികളുടെ ശരാശരി ഭാരം 35, ടീച്ചറോട് വന്നപ്പോ 31 അവരുടെ ശരാശരി ഭാരം 36. ഈ സൈഡിൽ ഒന്നുകൂടി, ഈ സൈഡിൽ ഒന്നുകൂടി. 1 × 36 36, 1 × 30 പ്ലസ് 30. നമ്മുടെ ആൻസർ 66 ആണ്. 10th ലെവൽ പ്രിലിംസിന്റെ 3ാമത്തെ സ്റ്റേജിന്റെ 19ാമത്തെ ചോദ്യമാണ്. 2 6 12 20 30 അടുത്ത സംഖ്യ ഏതെന്നാണ്. നമുക്ക് നോക്കാം. ഈ 2ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം 4 ആണ്. 6ഉം 12ഉം തമ്മിലുള്ള വ്യത്യാസം 6. 12ഉം 20ഉം തമ്മിൽ 8. 20ഉം 30ഉം തമ്മിൽ 10. അപ്പൊ ആ വ്യത്യാസം ഒന്ന് നോക്കി. 4 6 8 10. ഉറപ്പായിട്ടും അടുത്ത വ്യത്യാസം 12 ആയിരിക്കും. അപ്പൊ 30ഉം 12ഉം കൂടെ കൂട്ടി എത്രയാണ്? 42 ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഒരു സംഖ്യയുടെ 2/3 ഭാഗം 80 ആയാൽ സംഖ്യ ഏത്? അപ്പൊ ഏതോ ഒരു സംഖ്യ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. മനക്കണക്കിലും ചെയ്യാം, ഞാൻ എക്സ് ഇട്ട് കാണിക്കുകയാണ്. അവർ പറയാണ് അതിന്റെ 2/3 ഭാഗം 80 ആണ്. എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഇൻറ്റു ഈ 2/3 ഈക്വലിന്റെ ഇപ്പുറത്ത് പോകുമ്പം തിരിഞ്ഞു വരും. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 80 × 3/2 എന്നാവും. 2 80 40, 40 × 3 120 ആണ് നമ്മുടെ ആൻസർ. ഇത്